ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യ യാഥാസ്ഥിതിക സമീപനം സ്വീകരിക്കേണ്ടതുണ്ടോ? ഗാർഹിക കടം പെരുകുന്നത് എങ്ങനെ നിയന്ത്രിക്കാം? അമേരിക്കൻ നയങ്ങളിൽ കുടുങ്ങിയ സ്വർണ്ണവില വർധന എത്ര നാൾ തുടരും? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യ യാഥാസ്ഥിതിക സമീപനം സ്വീകരിക്കണമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. കുറഞ്ഞ അപകട സാധ്യതയോടെ ദീർഘകാലത്തേക്കുള്ള വളർച്ചയാണ് പ്രധാനം. എന്നാൽ ഗാർഹിക കടം പെരുകുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മങ്ങലേൽപ്പിച്ചേക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മിതത്വത്തിൽ ആശങ്ക ചെറുതല്ല. വരൾച്ച മുരടിപ്പിക്കുന്ന ഒന്നിലധികം ഘടകങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഗാർഹിക കടം പെരുകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇ കൊമേഴ്സ് സ്വാധീനം, വ്യക്തിഗത വായ്പകളിലെ വർധന എന്നിവയെല്ലാം കാര്യങ്ങൾ തകിടം മറിക്കുകയാണ്. നികുതി ഇളവുകൾ, സർക്കാർ ചെലവുകൾ കുറയ്ക്കുക, സാമ്പത്തിക വിപണികൾ, നിയന്ത്രണങ്ങൾ നീക്കൽ, സ്വകാര്യവൽക്കരണം, സ്വതന്ത്ര വ്യാപാരം, കുറഞ്ഞ സർക്കാർ കടം എന്നിവയാണ് നിലവിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ. ഈ യാഥാസ്ഥിതിക സാമ്പത്തിക കാഴ്ചപ്പാട് നിലവിലെ തിരിച്ചടികളിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ ശക്തമായി വാദിക്കുന്നത്. കുറഞ്ഞ അപകട സാധ്യതയുള്ള ദീർഘകാലത്തേക്ക് വളരുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന കാര്യം. താരതമ്യേന ചെറുതെങ്കിലും നമ്മുടെ ഉൽപാദന മേഖലയുടെ ശക്തമായ സാന്നിധ്യവും സർക്കാരിന്റെ പിന്തുണയും അനുകൂലമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഉൽപാദനത്തിലെ വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയണം. ചില്ലറ കയറ്റമൊന്നുമല്ല സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. റെക്കോർഡുകളെല്ലാം ഇനിയും മാറി മറിയുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പേര് തന്നെയാണ് ഇത്തവണയും സ്വർണ്ണവിലയോടൊപ്പം ഉയർന്നു കേൾക്കുന്നത്. മെക്സിക്കോ, ചൈന, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കം സ്വർണ്ണവില വർധനയിലേക്കാണ് നയിച്ചത്. ഗോൾഡ് ETF പോലുള്ള സുരക്ഷിത നിക്ഷേപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നിക്ഷേപകർ. ഇതിനെല്ലാം പുറമെ അമേരിക്കൻ GDP കൂപ്പുകുത്തിയതും US ഡോളർ ഇൻഡെക്സ് 108.15 നിലവാരത്തിലേക്ക് ഉയർന്നതും സ്വർണത്തിന് കരുത്തായി മാറി. US സമ്പദ് വ്യവസ്ഥ തളർച്ചയിലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ US ഫെഡ് റിസർവ് നിർബന്ധിതരായേക്കുമെന്ന വിലയിരുത്തലുകളും കാര്യങ്ങൾ സ്വർണത്തിന് അനുകൂലമായി മാറി. ചുരുക്കി പറഞ്ഞാൽ സമീപഭാവിയിലൊന്നും സ്വർണ്ണവിലയെ താഴോട്ട് പ്രതീക്ഷിക്കുകയേ വേണ്ട. കാർഷിക വിപണിയിൽ അടുത്ത വാരം ആഗോള കുരുമുളക് വിപണി തിരിച്ചുവരുന്നു. മലബാർ കുരുമുളക് വിലയിൽ കുതിച്ചുചാട്ടം. പച്ച ഇഞ്ചി ലഭ്യത ഉയർന്നത് ചുക്ക് സ്റ്റോക്കിസ്റ്റുകളുടെയും ഉൽപാദകരുടെയും നെഞ്ചിടിപ്പ് കൂട്ടി. വില ഉയർത്തി നാളികേരം ശേഖരിക്കാൻ വ്യവസായികൾ രംഗത്ത്. വെളിച്ചെണ്ണ ഈ ആഴ്ച കരുത്ത് നിലനിർത്തി. ഉയർന്ന പകൽ താപനിലയിൽ റബ്ബർ ഉൽപാദനം കുറഞ്ഞത് കണ്ട് ടയർ കമ്പനികൾ ഷീറ്റ് വില ഉയർത്തി. അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള കുരുമുളക് നീക്കം മുന്നിലുള്ള മാസങ്ങളിൽ ചുരുങ്ങുമെന്ന വിലയിരുത്തലിലാണ് മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ. വിയറ്റ്നാമിലെ ചരക്ക് ക്ഷാമത്തിൽ ഇന്തോനേഷ്യയും ബ്രസീലും നിരക്ക് വർദ്ധിപ്പിച്ചു. ആഗോള വില നിർണ്ണയത്തിൽ വൻ ശക്തിയായ ഇന്ത്യൻ കുരുമുളക് വിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മുന്നേറ്റം വിപണിയുടെ അടിത്തറ ശക്തമാക്കാനുള്ള സാധ്യതകൾ ഇരട്ടിപ്പിക്കുന്നു. ചരക്ക് ക്ഷാമം കൂടി കണക്കിലെടുത്താൽ ലഭ്യത ഉയർന്നില്ലെങ്കിൽ വിലക്കയറ്റം കൂടുതൽ ശക്തിയാർജിക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുരുമുളക് തോട്ടങ്ങളിൽ മുളകുമണികൾ വിളവെടുപ്പിന് സജ്ജമായെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ വിളവ് ചുരുങ്ങുമെന്ന അവസ്ഥ കണക്കിലെടുത്താൽ കിലോ 700 രൂപയ്ക്ക് മുകളിൽ ഇടം പിടിക്കാം. ദക്ഷിണേന്ത്യൻ ഇഞ്ചി കർഷകർ നേട്ടം കൊയ്യുന്നത് കണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തോട്ടങ്ങളിലും ഇഞ്ചി വിളയിച്ചവർക്ക് പക്ഷേ പൊന്നു കൊയ്യാനായില്ല. പച്ച ഇഞ്ചി വിളവ് വിപണിയുടെ പ്രതീക്ഷയിലും ഉയർന്നതോടെ ഉൽപ്പന്ന വിലയിൽ ഇടിവ് സംഭവിച്ചു. നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നുമുള്ള ഇഞ്ചിയും ഇതിനിടയിൽ ഇന്ത്യൻ വിപണിയിൽ ഇടം പിടിച്ചത് മത്സരം ശക്തമാക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി ഇറക്കിയ പലരും വിളവെടുപ്പിന് ഉത്സാഹം കാണിക്കുന്നില്ല. ഇതിനിടയിൽ കേരളത്തിലും കർണാടകത്തിലും വിളഞ്ഞ മികച്ച ഇനം ഇഞ്ചിയിൽ നിന്നുള്ള ചുക്കിന് ആവശ്യക്കാരുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങി. ഗൾഫ് നാടുകളിലേക്കുള്ള ഷിപ്മെന്റുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കയറ്റുമതി സമൂഹം. കൊച്ചിയിൽ മികച്ച ഇനം ചുക്ക് 35,000 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളികേരത്തിന് നേരിട്ട ക്ഷാമം മുൻനിർത്തി വ്യവസായികൾ വില ഉയർത്തി ചരക്ക് സംഭരിക്കുകയാണ്. വെളിച്ചെണ്ണ ഉയർന്ന തലത്തിൽ നീങ്ങുന്നതിനാൽ പച്ചത്തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കാനും ഒരു വിഭാഗം മില്ലുകാർ നീക്കം നടത്തി.
കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലഭ്യത ഏതാനും മാസങ്ങളായി ചുരുങ്ങിയത് നാളികേര ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള വിലവർധനവിന് അവസരമൊരുക്കി. ഇതിനിടയിൽ കേരളത്തിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചെങ്കിലും വ്യാവസായിക ഡിമാൻഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉൽപാദനം കുറവാണ്. നിലവിൽ കൊപ്ര 15,100-ലും വെളിച്ചെണ്ണ 22,500 രൂപയിലുമാണ്. പാമോയിൽ ഇറക്കുമതി ചുരുങ്ങിയത് പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയർത്തി. പതിവിൽ നിന്നും വ്യത്യസ്തമായി ജനുവരിയിൽ പകൽ താപനില കുതിച്ചുയർന്നത് റബ്ബർ ഉൽപാദകരെ പ്രതിസന്ധിയിലാക്കി. ഡിസംബറിലെ ശൈത്യം ജനുവരിയിലും റബ്ബർ ഉൽപാദനത്തിന് അനുകൂല സാഹചര്യമൊരുക്കുമെന്ന കാർഷിക മേഖല കണക്കുകൂട്ടിയെങ്കിലും സ്ഥിതിഗതികൾ മാറിമറിഞ്ഞതോടെ തോട്ടങ്ങളിൽ നിന്നും ഭാഗികമായി വിട്ടുനിൽക്കാൻ ഉൽപാദകർ നിർബന്ധിതരായി. ഫെബ്രുവരി ആദ്യ പകുതിയിൽ തന്നെ റബ്ബർ വെട്ട് പൂർണ്ണമായും സ്തംഭിക്കാൻ ഇടയുണ്ട്. വില ഉയർത്താതെ പരമാവധി ഷീറ്റും ലാറ്റക്സും കൈക്കലാക്കാനുള്ള ശ്രമം ടയർ നിർമ്മാതാക്കൾ തുടരും. ബൾക്ക് ഓർഡറുകൾ സ്വീകരിക്കാൻ ബാങ്കോക്ക് ആസ്ഥാനമായുള്ള കയറ്റുമതിക്കാർ തയ്യാറാണ്. എന്നാൽ അത്തരം ഒരു നീക്കം കേരളത്തിൽ നടത്തിയാൽ 250 രൂപയ്ക്കും ചരക്ക് ലഭിക്കുകയില്ല. നിലവിൽ രാജ്യാന്തര വില ഉയർന്നു നിൽക്കുകയാണെങ്കിലും ഇറക്കുമതിക്ക് തന്നെയാണ് വ്യവസായികൾ മുൻതൂക്കം നൽകുന്നത്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് കിലോ 191 രൂപയിലും ലാറ്റക്സ് 130 രൂപയിലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. നിങ്ങൾ ഒരു സാംസങ് ആരാധകനാണോ? എങ്കിൽ ഇതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ പുതിയ 5G ഫോൺ ഉടനെത്തും. സാംസങ് പുതിയ 5G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ ലൈനപ്പിൽ ഗാലക്സി A Note 6, ഗാലക്സി F Note 6, ഗാലക്സി F16, ഗാലക്സി M16 എന്നിങ്ങനെ 4 പുതിയ മോഡലുകളാണ് ഉൾപ്പെടുന്നത്. സാംസങ്ങിന്റെ ഔദ്യോഗിക ഇന്ത്യൻ വെബ്സൈറ്റിലാണ് ഇക്കാര്യം കമ്പനി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറക്കിയ ഗാലക്സി A16ന്റെ റീബ്രാൻഡ് പതിപ്പുകളാണ് ഗാലക്സി F16ഉം ഗാലക്സി M16ഉം എന്നാണ് സൂചന. 5G ഗാലക്സി A Note 6 അവതരിപ്പിക്കുന്നതോടെ ഈ ലൈനപ്പിൽ ഇതാദ്യമായി 5Gയും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങളും കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ വിശേഷങ്ങൾ അറിയാൻ ഇനിയും കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഫോർമുല കാറുകൾക്കായി ഇനി അധികം കാത്തിരിക്കേണ്ട. അടുത്ത മാസത്തോടെ 2025 മോഡൽ കാറുകളുമായി രംഗത്തെത്തുകയാണ് ഫോർമുല 1 ടീം. ഫെബ്രുവരി മാസം ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിലാവും ലോഞ്ചിംഗ് നടത്തുക. പ്രീ സീസൺ ടെസ്റ്റിംഗിന് മുന്നോടിയായി പുതിയ ലിവറികളും ബോഡി വർക്കുകളും ലോഞ്ചിംഗിൽ വെളിപ്പെടുത്തും. ഫെബ്രുവരി 18-ന് ലോഞ്ചിംഗ് നടത്തുമ്പോൾ 10 A1 ടീമുകളും അവരുടെ പുതിയ കാർ ലിവറുകൾ പരിചയപ്പെടുത്തും. ലണ്ടനിലെ O2 വേദി 2025-ലെ ഡ്രൈവർ ലൈനപ്പിനെ അവതരിപ്പിക്കുന്ന ഒരു ലൈവ് ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നതായി അറിയിച്ചിട്ടുണ്ട്. ലോക ചാമ്പ്യൻഷിപ്പിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം ആദ്യമായി ഒരു ഫുൾ ഗ്രിഡ് ഒരുമിച്ച് അവതരിപ്പിക്കും. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഷോയിൽ ഡ്രൈവർമാരുമായും ടീം ലീഡർമാരുമായുമുള്ള അഭിമുഖങ്ങളും കൂടാതെ 2023 ലാസ് വെഗാസ് GP ഉദ്ഘാടന ചടങ്ങിനെ ഏകോപിപ്പിച്ച ബ്രയാൻ ബർഗ് ക്രിയേറ്റീവിന്റെ അധിക വിനോദ പരിപാടികളും ഉണ്ടാകും. വിനോദവാരം. ഫെബ്രുവരിയിൽ സിനിമാ പ്രേമികളെ കാത്തിരിക്കുന്നത് ഒട്ടേറെ മലയാള ചിത്രങ്ങൾ. എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ ത്രില്ലറുകൾ മുതൽ ഹാസ്യ ചിത്രങ്ങൾ വരെ. നോക്കാം സിനിമാ വിശേഷങ്ങളിലേക്ക്. ബിഗ് സ്ക്രീനിൽ ഫെബ്രുവരിയിലെത്തുന്നത് ഒട്ടേറെ പുതുമയുള്ള ചിത്രങ്ങളാണ്. പ്രതിഭാധനരായ അഭിനേതാക്കൾ, ആകർഷകമായ കഥാസന്ദർഭങ്ങൾ, മികച്ച പ്രകടനങ്ങൾ എന്നിവയാൽ ഈ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. ജോജു ജോർജ്, സൂരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന കുടുംബചിത്രമാണ് നാരായണീന്റെ 3 ആൺമക്കൾ. സംവിധായകൻ ജോബി ജോർജാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ രാജ്. ഫെബ്രുവരി 7-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അരുൺ ഡി സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമാണ് ബ്രോമാൻസ്. സംവിധായകൻ അരുൺ, രവീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവരുടെ കൂട്ടായ ശ്രമമാണ് തിരക്കഥ. ഫെബ്രുവരി 14-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് അനശ്വര രാജനും സജിൻ ഗോപുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രമാണ് പൈങ്കിളി. ചിത്രത്തിന്റെ തിരക്കഥ ജിത്തു മാധവനാണ്. ഫെബ്രുവരി 14-നാണ് റിലീസിംഗ്. ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ ഡ്രാമയാണ് ഓഫീസർ. കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.
തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷാഹി കബീറാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 20 ചിത്രം തിയേറ്ററുകളിലെത്തും. എനിക്ക് ഈ കേസിനുള്ള താല്പര്യം ഇതിന്റെ യുണീക്നെസ്സാ. ബോബൻ സാമുവൽ സംവിധാനം ചെയ്യുന്ന ഹാസ്യ ചിത്രമാണ് മച്ചാന്റെ മാലാഖ. നമിത പ്രമോദും ധ്യാൻ ശ്രീനിവാസനുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിനീത് തട്ടിൽ, ശാന്തി കൃഷ്ണ, മനോജ് KU, ദിലീഷ് പോത്തൻ എന്നിവരടങ്ങുന്ന ഒരു മികച്ച താരനിരയാണ് ചിത്രത്തിലുള്ളത്. ഫെബ്രുവരി 27 ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ഇനി പ്രധാന ഇവന്റുകൾ. KL10 ബിസിനസ് എക്സ്പോ മലപ്പുറം കോട്ടക്കലിൽ. തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തൺ ഈ മാസം 16. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.